ഓക്കെ സോ ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ടു AZB അക്കാഡമി. സോ നമ്മുടെ AZB അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ വളരെ ഇമ്പോർട്ടന്റ് അല്ലേ, നമുക്ക് ഒരുപാട് ക്വയറീസ് ഒക്കെ വരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. സോ നമ്മുടെ 2027 നമുക്ക് എന്താണ് ഓൾറെഡി പ്രീവിയസ് ഇയറിൽ ഒരു LPUP എക്സാംസ് ഒക്കെ കഴിഞ്ഞു. സോ അടുത്ത നമ്മുടെ 2027 LPUP എക്സാംസിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് ഒരുപാഡ് കാര്യങ്ങൾ എന്താണ് എൻക്വയറീസും ഡൗട്ട്സും എല്ലാം വരാറുണ്ട്. സോ അതിൻ്റെയൊക്കെ അല്ലേ നിങ്ങൾ LPUPക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഈസി ആയിട്ട് നമുക്കത് ക്രാക്ക് ചെയ്യാം, എങ്ങനെ അടിപൊളിയായിട്ടൊരു കൃത്യമായിട്ടുള്ളൊരു പ്ലാനോട് കൂടിയിട്ട് നമുക്ക് 2027 LPUP എക്സാംസ് നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമുക്ക് വരുന്നത്. സോ വൺസ് അഗൈൻ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സോ എങ്ങനെയാണ് ഒരു പ്ലാൻ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കോഡ് ചെയ്യുന്നതിന് മുൻപ് നമുക്കറിയാമല്ലോ, എല്ലാവരും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ, കുറെ കാര്യങ്ങൾ വരാറുണ്ട്. നമുക്ക് LPUP എക്സാംസ് എത്ര നാൾ പഠിക്കണം, എത്ര നാൾ പഠിച്ചാൽ നമുക്ക് ജോലി കിട്ടും, എങ്ങനെ പഠിക്കണം, ഇനി ഞാൻ ബാക്കി PSC എക്സാമുകൾക്ക് പഠിക്കുന്നുണ്ട്, അത് ഏതെങ്കിലും രീതിയിലൊക്കെ ഞങ്ങളുടെ LPUP എക്സാമിന് ഗുണം ചെയ്യുമോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലെ. ഞങ്ങൾ LDക്ക് പഠിക്കാറുണ്ട്, LGSന് പഠിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസ് ഒക്കെ പഠിക്കാറുണ്ട്. അങ്ങനെ പഠിക്കുന്ന സമയത്ത് അതിനൊക്കെ പഠിക്കുന്ന നമുക്ക് LPക്ക് ഗുണം ചെയ്യുമോ, അല്ലെങ്കിൽ LPUP എക്സാംസിന് ഗുണം ചെയ്യുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അല്ലെ. സോ ഓൾറെഡി ഈ ഒരു ചോദ്യങ്ങളുടെ എല്ലാം ഒരു ആൻസർ നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അവസാനം വരെ എല്ലാവരും കാണാം, നമ്മൾ കൃത്യമായിട്ട് ഇത് എങ്ങനെ ക്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊരു പാറ്റേണിൽ അല്ലെങ്കിൽ പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ആദ്യം തന്നെ നമ്മൾ എങ്ങോട്ടേക്ക് അതിന്റെ ഡീറ്റെയിൽഡ് പ്ലാനും എല്ലാം കാര്യങ്ങളും ഉണ്ട്, എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് നോക്കാം അല്ലെ. ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമുക്ക് നേരത്തെ അറിയാവുന്ന പോലെ ടോട്ടൽ 6 പാർട്ടാണ് ഏതിന് വരുന്നത്, നമ്മുടെ LPUP എക്സാംസിന് വരുന്നത് അല്ലെ. ടോട്ടൽ 6 പാർട്ടായിട്ടാണ് എക്സാംസ് നടക്കുന്നത് അല്ലെ. അതിൽ തന്നെ അറിയാലോ, പാർട്ട് 1 എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ GK പാർട്ട് തന്നെയാണ്, നമ്മുടെ നോർമലായിട്ട് വരുന്ന GK പാർട്ട് തന്നെയാണ് എന്തെന്ന് വരുന്നത്, നമ്മുടെ പാർട്ട് 1 വരുന്നത്. അപ്പൊ ഈ GK പാർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയാവുന്നതുപോലെ നമ്മുടെ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾസ്, വേൾഡ് ഹിസ്റ്ററി, കറന്റ് അഫയേഴ്സ്, ഇതെല്ലാം കൂടി എന്താണ് ഒരു 12 മാർക്സിനാണ്. 12 മാർക്കിന് എന്ന് പറയുമ്പോൾ അറിയാലോ, നിങ്ങൾ എല്ലാം ആലോചിക്കുക, എല്ലാ സെക്ഷനിലും എന്താണ് ഒരു 2 മാർക്ക് വെച്ച് എന്താണ് കറന്റ് അഫയേഴ്സ് ആണ് കേട്ടോ. അതേ 12 മാർക്ക് എന്ന് പറയുമ്പോൾ അതെന്താണ് 10 മാർക്ക് നമ്മുടെ അവിടെ നിന്നുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. റിമൈനിങ് 2 മാർക്സ് എന്ന് പറയുന്നത് എന്തിന്റെ വെയിറ്റേജ് ആണ്, എല്ലാത്തിലും അങ്ങനെയാണോ. 2 മാർക്ക് എന്തിനാണ്, കറന്റ് അഫയേഴ്സിനാണ്. ഓക്കെ, കറന്റ് അഫയേഴ്സിനാണ്. അപ്പൊ കറന്റ് അഫയേഴ്സും കൂടെ കൂട്ടി ഒരു 10+2 എന്നുള്ള ഫോർമാറ്റിൽ ടോട്ടൽ 12 മാർക്കാണ് എന്തിന് വരുന്നത്, ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത് അല്ലെ, GK പാർട്ടിൽ വരുന്നത്. ദെൻ സെക്കൻഡ് പാർട്ടിൽ എന്തൊക്കെ വരുന്നുണ്ട്, ജോഗ്രഫി, എക്കണോമിക്സ്, ഇന്ത്യൻ പൊളിറ്റി, സിവിക്സ്, കറന്റ് അഫയർ അല്ലെ, പിന്നെ അതിന്റെ കൂടെ വരുന്ന കറന്റ് അഫയേഴ്സ് ടോപ്പിക് കൂടെ ചേർത്ത് ടോട്ടൽ 7 മാർക്സ്, അതായത് 5 മാർക്സ് ജനറൽ ആയിട്ട് വരും. 2 മാർക്ക് എന്തിനാണ് ഒരു 5+2 ഫോമിൽ, ആകെ 5 മാർക്ക് മാത്രമാണ് എന്തിന് വരുന്നത്, ആകെ നമ്മുടെ ജനറൽ ആയിട്ട് വരുന്നത്. ആൻഡ് 2 മാർക്ക് എന്താണ് കറന്റ് അഫയേഴ്സും ആണ്. ആൻഡ് പാർട്ട് 2 വരുമ്പോഴത്തേക്ക് അറിയാലോ, നമ്മുടെ സയൻസ് പാർട്ടാണ്. പാർട്ട് 2 വരുമ്പോഴത്തേക്ക് നമ്മുടെ സയൻസ് പാർട്ട്. അപ്പൊ പാർട്ട് 1 എത്ര വരുന്നുണ്ട്, GK പാർട്ടിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആകെ ഓൾമോസ്റ്റ് 20 മാർക്ക് മാത്രം. ഇത്രയും ടോപ്പിക്സ് കൂടെ ചേർന്നിട്ട് ഒരു 20 മാർക്കിൽ താഴെ മാത്രമേ എന്തിന് വെയിറ്റേജ് വരുന്നുള്ളൂ, നമ്മുടെ GK പാർട്ടിന് വരുന്നുള്ളൂ അല്ലെ. ഇതാണ് നമ്മൾ നേരത്തെ ചോദിച്ചു ബാക്കി എക്സാംസ്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ബാക്കി എക്സാംസിന് GKക്ക് വരുമ്പോൾ ഇവിടെ GK പാർട്ടിന് എത്രയാണ്, 20 മാർക്ക് മാത്രമാണ് വെയിറ്റേജ് വരുന്നത്. ആൻഡ് സയൻസിലേക്ക് വരുമ്പോൾ എന്താണ്, സയൻസിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫിസിക്സ് വരുമ്പോഴത്തേക്ക് അല്ലെ, ഫിസിക്സ് വരുമ്പോഴത്തേക്ക് എത്രയാണ് കറന്റ് അഫയേഴ്സ് കൂടെ ചേർത്ത് ഒരു 7+2 ഫോർമാറ്റിലാണ് എന്ത് വരുന്നത്, 7+2 ഫോർമാറ്റിലാണ് നമുക്ക് ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ടോട്ടൽ 9 മാർക്സ് ആണ് വരുന്നത്. ബയോളജി ആണെങ്കിൽ ടോട്ടൽ എത്രയാണ്, ഒരു 6+2, അങ്ങനെ ഒരു 8 മാർക്സ് ആണ് ടോട്ടൽ ഏതിന് വരുന്നത്, നമ്മുടെ ബയോളജിക്ക് വരുന്നത്. അങ്ങനെ ഇവിടെയും ടോട്ടൽ എത്ര തന്നെയാണ്, നമുക്ക് ഈ പറഞ്ഞിട്ട് 9+9 ടോട്ടൽ 25+ മാർക്ക് നമുക്ക് ഏതിന് വരുന്നുണ്ട്, നമുക്ക് ഈ പറയുന്ന പോലെ 20 എബവ് ആണ് അല്ലെ. പാർട്ട് 2 സയൻസിൽ നമുക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടൽ എത്ര വരുന്നുണ്ട്, ഒരു 25+ മാർക്സ് നമുക്ക് എന്തിനു വേണ്ടി തന്നെ വരുന്നുണ്ട്, നമുക്ക് സയൻസ് പാർട്ടിന് വരുന്നുണ്ട് അല്ലെ. സോ GKയേക്കാൾ വെയിറ്റേജ് വരുന്നത് ഏതിനാണ്, ഇവിടെ GK പാർട്ടിനേക്കാൾ വെയിറ്റേജ് വരുന്നത് സയൻസ് പാർട്ടിനാണ്. സയൻസ് പാർട്ടിനാണ് LPUP എക്സാംസിന് എന്ത് വെയിറ്റേജ് കൂടുതൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ ഇനി നമുക്ക് 4 പാർട്ടും കൂടെ വരുന്നുണ്ട്. നെക്സ്റ്റ് തേർഡ് പാർട്ട് വരുന്നത് മാത്തമാറ്റിക്സ്. എത്രയാണ് വെയിറ്റേജ് വരുന്നത്, തേർഡ് പാർട്ടിൽ മാത്തമാറ്റിക്സ് 15 മാർക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു വീഡിയോ ഇതിൽ നമുക്ക് വെയിറ്റേജ് വരുന്നത്. ദെൻ നമുക്ക് എന്താണ് പാർട്ട് 4, ഇവിടെയാണ് നമ്മുടെ കോർ പാർട്ട്. വേറെ ഒരു എക്സാമിനും ആവശ്യമില്ലാത്ത എക്സ്ക്ലൂസീവ്ലി നമ്മുടെ LPUP എക്സാംസിന് മാത്രം വേണ്ടി വരുന്ന നമ്മുടെ എന്താണ്, നമ്മുടെ എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്. എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജിയുടെ വെയിറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്, 20 മാർക്സ് ആണ്. ആൻഡ് ലാസ്റ്റ് എന്താണ്, നോർമൽ എക്സാംസ് പോലെ ജനറൽ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും എന്താണ് ടോപ്പിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് എത്രയാണ് 10 മാർക്സ് വെച്ച് തന്നെയാണ് ഇത് വരുന്നത്, നമ്മുടെ 5ാമത്തെ 6ാമത്തെ ഇംഗ്ലീഷിനും മലയാളത്തിനും 10 മാർക്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു സിലബസ് എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു സിലബസ് നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ എല്ലാ എക്സാംസിനും അല്ലെ. അപ്പോൾ ഇനിയാണ് നമ്മുടെ ഒരു പാർട്ടിലേക്ക് വരുന്നത്, എങ്ങനെ പഠിക്കണം. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളിൽ തന്നെ നമുക്ക് തുടങ്ങാം. എല്ലാ എക്സാംസിനും പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ LDക്കോ 12th ലെവലിനോ 10th ലെവലിനോ പഠിക്കുന്നുണ്ട്, അതിന് പഠിച്ചാൽ മതിയോ, അതിന് പഠിച്ചാൽ നമുക്ക് LPUPക്കും അത്യാവശ്യം മാർക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ
ഇല്ല എന്നേ ഞാൻ പറയൂ. കാരണം എന്താണ്, നമ്മുടെ എല്ലാ എക്സാംസിനും PSC എക്സാംസ് എന്ന് വരുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാ എക്സാംസിനും ഫോക്കസ് കൊടുക്കുന്ന GK ക്വസ്റ്റ്യൻസിന് ഇവിടെ വരുന്ന വെയിറ്റേജ് എന്ന് പറയുന്നത് ആകെ എത്രയാണ്? 20ൽ താഴെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ GK പാർട്ടിന്റെ വെയിറ്റേജ് വരുന്നത് അല്ലെ. അതും ഇൻക്ലൂഡിങ് കറന്റ് അഫയേഴ്സ് 20 മാർക്കിൽ താഴെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മുടെ GK ക്വസ്റ്റ്യൻസിനകത്ത് വെയിറ്റേജ് വരുന്നുള്ളൂ. സോ ബാക്കി എക്സാംസിന് നമ്മൾ GK ക്വസ്റ്റ്യൻസിന് ഫോക്കസ് കൊടുക്കുന്നത് പോലെ LP UP ക്ക് ഫോക്കസ് കൊടുത്ത് നിൽക്കുന്നത് നല്ലതാണോ? പഠിക്കേണ്ടെന്നല്ല. ബട്ട് ഓഫ് കോഴ്സ് എന്താണ്, നമുക്ക് എപ്പോഴും വെയിറ്റേജ് ബാക്കി ജനറൽ എക്സാംസ് വെച്ച് നോക്കുമ്പോൾ LP എക്സാംസിന് എന്താണ്, അല്ലെങ്കിൽ LP UP എക്സാംസിന് GK എന്താണ് വെയിറ്റേജ് 20ൽ താഴെ മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ തിരിച്ച് നിങ്ങൾ നോക്കിയേ, സയൻസ് പാർട്ടും അതുപോലെ സൈക്കോളജിയും വരുമ്പോഴത്തേക്ക് ബാക്കി എക്സാംസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടുത്തെ സയൻസിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എത്ര വരുന്നുണ്ട്? 25 വരെ വരുന്നുണ്ട് അല്ലെ. ഓൾമോസ്റ്റ് 25 എബവ് എന്ത് വരുന്നുണ്ട്, ഇവിടുത്തെ വെയിറ്റേജ് വരുന്നുണ്ട്. 25 എബവ് ആണ് ഇവിടുത്തെ വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, ബാക്കി എക്സാംസ് പോലെ ആണോ? അല്ല, LP UP ഡിഫറൻറ്റ്. അതുപോലെ തന്നെ ഒന്നിനും വേണ്ട സൈക്കോളജി. നമ്മൾ ഒരു എക്സാമിനും പഠിക്കാത്ത സാധനമാണ് സൈക്കോളജി അല്ലേ. ഈ സൈക്കോളജി പഠിക്കാതെ എന്താണ് വലിയ രീതിയിൽ നമുക്ക് മുന്നോട്ട് വരും. സൈക്കോളജി എക്സാംസിന്റെ വെയിറ്റേജ് എത്ര വരുന്നുണ്ട്? ഓൾമോസ്റ്റ് 20 ആണ് സൈക്കോളജിയുടെ വെയിറ്റേജ് വരുന്നത് അല്ലേ. സോ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ബാക്കി എക്സാംസിന് പഠിക്കുന്നത് പോലെ GK പാർട്ടിന് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നാൽ നമ്മൾ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ GK മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം അല്ല ഏതെന്ന് പറയുന്നത്, LP UP എക്സാംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, നിങ്ങൾക്ക് ഇപ്പൊ ചോദ്യങ്ങളും ആയിരിക്കും സിലബസിൽ മാറ്റം വരുമോ. നമ്മളിപ്പോൾ അനലൈസ് ചെയ്തു എല്ലാം എന്താണ്, നമ്മുടെ കഴിഞ്ഞ എക്സാംസിന്റെ സിലബസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും, എക്സാമിൽ എന്താണ് സിലബസിൽ മാറ്റം വരുമോ? ഇല്ല, നമുക്ക് 2019 ശേഷം ഒരു NCA വിജ്ഞാപനം വന്നതിന് ശേഷം എന്നാണ് പുതിയ സിലബസ് അനുസരിച്ചാണ് എക്സാം നടന്നത്. നമ്മുടെ 2022 എക്സാംസ് ആ ഒരു ന്യൂ സിലബസ് അനുസരിച്ചാണ് നടന്നത്. ഓക്കെ, സോ ആ സെയിം സിലബസ് തന്നെയാണ് ഏതിന് യൂസ് ചെയ്തത്, നമ്മുടെ 2024 LP UP എക്സാംസിന് എന്ത് ചെയ്തിട്ടില്ല, ആ സിലബസിൽ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കുക, നമുക്ക് 2025 അടുത്ത എക്സാംസ് വരുമ്പോഴത്തേക്ക് ഇവിടെയും സിലബസിൽ എന്തുണ്ടാകാൻ പോകുന്നില്ല, ചേഞ്ചസ് ഒന്നും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. പക്ഷെ നമ്മൾ പ്രധാനമായിട്ടും കാൽക്കുലേറ്റ് ചെയ്ത് പ്രതീക്ഷിച്ചിരിക്കേണ്ട വേറൊരു ചേഞ്ച് നമുക്ക് വരുന്നുണ്ട്. അത് വേറൊന്നുമല്ല, എന്താണ്, നമ്മുടെ SCRT ആണ് അല്ലെ. നമ്മുടെ SCRT ആണ്, അറിയാമല്ലോ. ഈ ഒരു വർഷത്തിനിടയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 2 തവണ നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിന്റെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളുടെ സിലബസ് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ ക്ലാസ്സുകളുടെയും മാറിയിട്ടുണ്ട് അല്ലെ. എല്ലാ ക്ലാസ്സുകളുടെയും എന്താണ് ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ SCRT എന്ത് വന്നിട്ടുണ്ട്, സിലബസിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ അറിയാലോ, SCRT പഠിക്കാതെ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, LP UP നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇവിടെയാണ് രണ്ടാമത്തെ ചോദ്യം. LP UP 27 എക്സാം, നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണോ എന്നുള്ള സംശയമൊക്കെ ഒരുപാട് പേർക്ക് കാണും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ LP UP എക്സാംസ് ആണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാക്സിമം ടാർഗറ്റ് എന്ന് പറയുന്നത് LP UP തന്നെ ആയിരിക്കണം. ഓക്കെ, LP UP തന്നെ ആയിരിക്കണം. ബാക്കി എക്സാമുകൾ പഠിക്കുന്നതിന്റെ കൂടെ നമുക്ക് LP UP കൂടെ നോക്കാന്ന് പറഞ്ഞാൽ സിലബസ് എന്താണ്, നമ്മുടെ നടക്കുന്ന ബാക്കി എല്ലാ PSC എക്സാംസിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിലബസും എക്സാം പാറ്റേണുമാണ് ഏതിന് വരുന്നത്, നമ്മുടെ LP UP എക്സാംസിന് വരുന്നത്. എല്ലാത്തിനും SCRT ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ LP UP എക്സാംസ് വരുമ്പോഴത്തേക്ക് ഒരു 75% എബവ് ക്വസ്റ്റ്യൻസും എന്ത് തന്നെയാണ്, SCRT ഓറിയന്റഡ് തന്നെയാണ്. SCRT ഓറിയന്റഡ് തന്നെയാണ്. സോ എങ്ങനെ പഠിക്കണം എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചാൽ, നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾ ഓരോരുത്തരും ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾ ഇപ്പോഴാണ് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ LP UP സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങളുടെ SCRT സയൻസ് ടെക്സ്റ്റ് ബുക്കുകളും SCRT സയൻസ് ടെക്സ്റ്റ് ബുക്കുകളും അതുപോലെ തന്നെ എന്താണ്, അത് ഏറ്റവും ആദ്യം നിങ്ങൾ ന്യൂ ടെക്സ്റ്റ് ബുക്ക് തന്നെ പഠിക്കുക. ഓക്കെ, SCRTയുടെ ന്യൂ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ട് വേണം, സയൻസ് ടെക്സ്റ്റ് ബുക്കുകൾ പഠിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതിൻ്റെ ഒപ്പം തന്നെ പാരലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സൈക്കോളജിയും കൂടെ പഠിക്കുക. നിങ്ങൾക്ക് LP UP പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡാണ് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ. അത് എസ്പെഷ്യലി ഏതിന് തന്നെ ഫോക്കസ് കൊടുക്കുക, സയൻസ് ടെക്സ്റ്റ് ബുക്കിന് തന്നെ. കാരണം നിങ്ങളുടെ കഴിഞ്ഞ എക്സാംസ് നോക്കുകയാണെങ്കിലും 2022 എക്സാംസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും സയൻസ് ക്വസ്റ്റ്യൻസ് ഒരു 95 എബവും ഫോക്കസ് കൊടുത്തിരിക്കുന്നത് SCRTയിൽ നിന്ന് തന്നെയാണ് അല്ലെ. നമ്മുടെ 5 to 10 വരുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. 1-2 ക്വസ്റ്റ്യൻസ് മാത്രം കോമ്പറ്റൻസി ബേസിൽ എന്താണ് +1 +2 ലെവലിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സയൻസിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് കൺസിഡർ ചെയ്യാം. ബട്ട് ഇപ്പോൾ നിങ്ങൾ സ്റ്റഡി, നിങ്ങളുടെ പഠിത്തം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ചൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. പാരലായിട്ട് സൈക്കോളജിയും പഠിക്കുക. ഇത്രയും നേരത്തെ നിങ്ങൾ നിങ്ങളുടെ ന്യൂസ് SCRT ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു തുടങ്ങിയാൽ കിട്ടുന്ന ഗുണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ന്യൂ ടെക്സ്റ്റ് ബുക്കിന്റെ കൂടെ ഓൾഡ് ടെക്സ്റ്റ് ബുക്കിനെ നമുക്ക് ഒരിക്കലും കളയാനായിട്ട് പറ്റില്ല.
ഓൾഡ് ടെക്സ്റ്റ് ബുക്കും കൂടെ പഠിക്കാനുള്ള അഡീഷണൽ ഇൻഫർമേഷൻസ് വരുന്ന പഠിക്കാനുള്ള ടൈം നിങ്ങൾക്ക് അവിടെ കിട്ടും. അതുപോലെ തന്നെ സൈക്കോളജി നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ സൈക്കോളജി ഒറ്റ തവണ പഠിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയിരിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ലേ എന്ന് പറയുന്നത് സൈക്കോളജി എന്ന് പറയുന്നത്. സോ സൈക്കോളജി ഇത്രയും നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം എന്ന് പറയുന്നത് 2 തവണയോ അല്ലെങ്കിൽ 3 തവണയോ ഒക്കെ വരെ റിവിഷൻ കൃത്യമായിട്ട് നടത്താനുള്ള കേസ് ടൈം നിങ്ങൾക്ക് എവിടെ കിട്ടും? നിങ്ങൾക്ക് സൈക്കോളജിയുടെ കേസിൽ കിട്ടും. സോ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇപ്പോൾ മുതൽ LP UP എക്സാംസിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. SCRTയുടെ സയൻസിലെ ന്യൂ ടെക്സ്റ്റ് ബുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. സൈക്കോളജിക്കും എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ സമയമാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓൾഡ് ടെക്സ്റ്റ് ബുക്കും പഠിക്കാനായിട്ട് പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഏതാണ് സൈക്കോളജിയുടെ റിവിഷൻ നടത്താനുള്ള ടൈമും കിട്ടും. ഇതിന്റെ കൂടെ സോഷ്യൽ സയൻസിലേക്ക് വരുമ്പോഴത്തേക്ക് സോഷ്യൽ സയൻസിനും അറിയാലോ നമുക്ക് SCRT ഓറിയന്റഡ് തന്നെയാണ്. പക്ഷേ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ വായിക്കണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഫോക്കസ് കൊടുത്ത് ഏതിനാന്ന് ചോദിച്ചാൽ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന സോഷ്യലിന്റെ ടോപ്പിക്സ്, അത് ജോഗ്രഫി ആയിക്കോട്ടെ, സിലബസിൽ പറഞ്ഞിരിക്കുന്ന ജോഗ്രഫിയുടെയും സോഷ്യലിന്റെയും കേരള ഹിസ്റ്ററിയുടെയും എല്ലാ ടോപ്പിക്സ് അതുമായിട്ട് റിലേറ്റഡ് ഉള്ള ചാപ്റ്റേഴ്സ് ഏതാണോ നമ്മുടെ SCRTയിൽ വരുന്നത് അതിന് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ ഏത് പഠിക്കാനായിട്ട്. ഫസ്റ്റ് സോഷ്യലിന്റെ ടെക്സ്റ്റ് ബുക്സ് പഠിക്കുമ്പോൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സിലബസിൽ പറഞ്ഞിരിക്കുന്ന കണ്ടന്റ് വരുന്ന ചാപ്റ്റേഴ്സ് ഏതാണെന്നുള്ളത് അത് ആദ്യം പഠിച്ച് തീർത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഏതിലേക്ക് പോവുക? ബാക്കി ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ട് കൊടുക്കുക. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ സയൻസ് ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രം സിലബസിൽ പറഞ്ഞിരിക്കുന്ന ജനറൽ വിഷയങ്ങളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഫോക്കസ് കൊടുക്കുക. ആൻഡ് ലാംഗ്വേജ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ലാംഗ്വേജ് നമ്മൾ ഈ പറയുന്ന പോലെ മലയാളം ആണെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ നമ്മുടെ ജനറൽ PSCയിൽ പറയുന്ന ആ ഒരു സാധനങ്ങൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അത് കൃത്യമായിട്ട് പഠിച്ചാൽ മതി. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? യെസ്, ഓക്കെ. സോ ഈ ഒരു പാറ്റേൺ ആണ് നിങ്ങൾ ഏതിന് കീപ്പ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇപ്പോൾ LP UP എക്സാംസ് പഠിച്ചു തുടങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്, ഞാൻ പറയുന്നു, ഒരിക്കലും നമ്മൾ ഓൾഡ് ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? എൻറ്റയർലി തള്ളിക്കളയാനായിട്ട് പാടില്ല. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. ന്യൂ ടെക്സ്റ്റ് ബുക്കിന് ഫോക്കസ് കൊടുക്കുമ്പോൾ അതിനുശേഷം ഓൾഡ് ടെക്സ്റ്റ് ബുക്കും കൂടി എന്ത് ചെയ്യുക? ഒന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കോളജിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. സൈക്കോളജി ക്ലിയർ ചെയ്യാതെ സൈക്കോളജിയും SCRTയും പഠിക്കാതെ ഒരാൾക്ക് പോലും LP UP ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് എല്ലാവരും ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? സോ ഈ ഒരു സ്റ്റഡി പ്ലാൻ മുന്നോട്ട് പോയാൽ 2027 LP UP ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ, അല്ലെങ്കിൽ ഒരു അധ്യാപകനാവണം അല്ലെങ്കിൽ അധ്യാപികയാവണം എന്നുള്ള അങ്ങേയറ്റത്തെ ഡ്രീം ഉള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഏറ്റവും പുതിയ നമ്മുടെ ASB അക്കാഡമിയുടെ ഗുരു എന്ന് പറയുന്ന LP UP ലോങ് ടൈം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് ഈ ഒരു കോഴ്സിന്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് ഏത് ടൈമിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 24/7 ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസോട് കൂടി തന്നെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് ആയിട്ടായിരിക്കും നിങ്ങൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്താനായിട്ട് നിങ്ങൾ ഡെയിലി സ്റ്റഡി പ്ലാൻസ് വിത്ത് മെന്റർഷിപ്പ് സപ്പോർട്ടോടുകൂടി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും? പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫോക്കസ് ഏരിയ ബേസ്ഡ് സെക്ഷൻസ് കൂടാതെ തന്നെ ഡെയിലി എന്താണ് നിങ്ങൾക്ക് ഡെയിലി അതുപോലെ വീക്ക്ലി മന്ത്ലി കറന്റ് അഫയേഴ്സും എല്ലാം കൂടെ സ്പെഷ്യലായിട്ട് ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾ വെറുതെ പഠിക്കുന്നുണ്ടെന്നുള്ളത് മാത്രമല്ല, അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഡെയിലി മോക്ക് ടെസ്റ്റുകളും കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് എസ്പെഷ്യലി SCRTയുടെ ചാപ്റ്റർ വൈസ് ക്ലാസ്സസും കൂടി, SCRTയുടെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും എല്ലാ സബ്ജക്ട്സിന്റെയും ചാപ്റ്റർ വൈസ് ക്ലാസ്സസും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ASB അക്കാഡമിയുടെ ആപ്ലിക്കേഷൻ നമ്മുടെ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. അതിലും ഈ കോഴ്സ് റിലേറ്റഡ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ എല്ലാവരും ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു പ്ലാനോട് കൂടി തന്നെ കൃത്യമായിട്ട് നമ്മുടെ LP UP എക്സാംസിന് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ ഇതിന്റെ കൂടുതൽ വീഡിയോസുമായിട്ട് കൂടുതൽ സ്ട്രാറ്റജീസുമായിട്ട് അപ്കമിംഗ് ക്ലാസ് വീഡിയോസിലും കൂടെ നമ്മൾ കാണുന്നതായിരിക്കും. സോ അത് കാണുന്നതിന് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. സോ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ റൈറ്റ് നൗ ഐ എം സൈനിങ് ഓഫ്. ബൈ ബൈ ബൈ.